കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ വീണ്ടും ഇടുക്കി ജലാശയത്തിൻ്റെയും കല്യാണത്തണ്ട് മലകളുടെയും ഭംഗി ആസ്വദിക്കാൻ വീണ്ടും ഇവിടെ കയറി വന്നു കേട്ടോ. നല്ലൊരു കാലാവസ്ഥ എന്ന് പറയാനില്ല, ഒരു മൂടലായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. ദൂരക്കാഴ്ചകൾ നമുക്ക് അത്ര ഭംഗിയായിട്ട് ഇവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്. ഇവിടെ ഈ ഒറ്റ കല്ലിൻ്റെയും പാറയുടെയൊക്കെ മുകളിൽ കൂടെ നമ്മളിങ്ങനെ കയറി നടക്കുന്നത്. എന്നാലും കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കുമേ. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ വഴി അങ്ങ് നടന്ന് താഴോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഇടുക്കി ജലാശയത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ വഴി നമുക്ക് പോയി നോക്കാം അല്ലേ. ഇവിടെ നല്ല ചെറിയ പുല്ല് കണ്ടോ. ഇത് ഈ മഞ്ഞുള്ള സമയത്താണെങ്കിൽ ഇതിൻ്റെ കാഴ്ച അതിഗംഭീരമായിരിക്കും. മഞ്ഞിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണേ. ഈ താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ താഴെ ഒരു വീടുണ്ട്, അങ്ങോട്ടുള്ള വഴിയാന്ന് തോന്നുന്നു. അത് കേട്ടോ, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇതൊരു പാറ കണ്ടോ അവിടെ നമുക്ക് കാണാമല്ലോ അല്ലേ. എന്ത് ചെരുവാന്ന് നോക്കിയാൽ അത് മുകളിൽ കയറിയുന്ന നമ്മൾ ഒന്നും തൊടാതെ ഒരു 50 മീറ്റർ 100 മീറ്റർ താഴ്ചയിലോട്ട് പോരും കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ കയറാമെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അത് അത്രത്തോളം സിമ്പിളല്ല, എളുപ്പമല്ല. അഞ്ചുരുളി ജലാശയം, ഇടുക്കി ജലാശയം നമ്മളെ കാണുന്നു കേട്ടോ. കാലാവസ്ഥ ഒരു വല്ലാഴിക ആയതുകൊണ്ട് നമുക്കത്ര വ്യക്തമായിട്ട് അതൊന്നും കാണത്തില്ല. പിന്നെ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി ഇങ്ങനെ വെമ്പി നിൽക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാം. മഴക്കാറാണ് ഇതിനൊക്കെ പ്രശ്നം, കാഴ്ചകൾ മൂടിപ്പോകാൻ കാരണം. ഇപ്പോൾ ഇവിടെ എല്ലാം ഒരു മിസ്റ്റ് അടിച്ച പോലത്തെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ ചെറിയ പുല്ലുകൾ, ഈ പുല്ല് ഇങ്ങനെ മുളച്ച് നിൽക്കുന്നത്, ഇതിൻ്റെ ഒരു കാഴ്ച അപാര ഭംഗിയാണ് കേട്ടോ. കല്യാണത്തണ്ട് അമ്പലമൊക്കെ നമുക്ക് അവിടെ അങ്ങനെ കാണാം. ഇളം കാറ്റിൽ പുല്ലിങ്ങനെ ഇങ്ങനെ കാറ്റിങ്ങനെ തഴുകി തഴുകി പോകുന്നൊരു കാഴ്ച കണ്ടോ, വളരെ മനോഹരം. ഈ പാറയുടെ മുകളിൽ കൂടെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാവേ. പാറയുടെ മുകളിൽ കൂടെ ഇറങ്ങി അങ്ങ് പോകാനൊന്നും പറ്റിയല്ല. നല്ല കാഴ്ചയല്ലേ താഴോട്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടേ ആ പാറയ്ക്ക് കുറച്ചും കൂടെ ഒരു കാഴ്ച നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാവേ. ആ വീടിൻ്റെ അവിടെ ഒരു ഇല്ലിത്തുറും ഒക്കെ ഉണ്ട്. താഴോട്ടെല്ലാം മൊത്തം താമസക്കാരാണേ. കൂട്ടുകാരെ, ഞാനിപ്പോൾ ഇങ്ങനെ ഈ കല്യാണത്തണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുവാണേ. നല്ല രസമാണ് ഇവിടെ ഈ പുല്ലിനകത്തല്ല, പുല്ലിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടുന്ന കാണാനൊക്കെ വളരെ ഭംഗിയാണ്. കാണാമല്ലോ അല്ലേ. അവിടെ നിന്ന് സൂര്യപ്രകാശം ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അഞ്ചുരുളി ഭാഗത്തൊക്കെ ഭയങ്കര ഒരു മൂടലായതുകൊണ്ട് കാഴ്ചകൾ അത്രത്തോളം ഒരു വ്യക്തമല്ല കേട്ടോ. പക്ഷേ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ചില കയറ്റമൊക്കെ കയറി വരണം ഇങ്ങോട്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല ഒരു രസമാണ് കേട്ടോ. ഇളം കാറ്റും ചെറിയൊരു തണുപ്പും പിന്നെ ഒരു ചാറ്റൽ മഴയും കൊണ്ടുള്ള അടിപൊളിയാണെന്ന് ഞാൻ പറയും. പക്ഷെ മഴ വന്ന ഒരു രക്ഷയിൽ ഇവിടെ ഓടേണ്ടി വരും. അത്രയും മോശമായ കാലാവസ്ഥയിലായിരിക്കും മഴ വരുന്നത്. ഈ പ്രദേശം നമ്മൾ നിൽക്കത്ത് പോലുമില്ല കേട്ടോ. ഇതുണ്ടോ എൻ്റെ ബാഗിലേ നിങ്ങൾ നോക്കിയേ, ഞാൻ പറഞ്ഞത് നേരാണോ ഇല്ലയോ എന്ന്. ഇപ്പോൾ കാറ്റ് ഇച്ചിരി കുറഞ്ഞു. കാറ്റ് വരുമ്പോൾ ആ പുല്ലെല്ലാം കൂടെ വളഞ്ഞ് തഴുകി കാറ്റങ്ങനെ പോകുന്നൊരു കാഴ്ച കാണാൻ അതിമനോഹരമാണ്. നമ്മൾ നേരത്തെ അപ്പുറത്തുനിന്ന് കണ്ടതായിരുന്നു. പിന്നെ അമ്പലം ചെറിയ രീതിയിൽ നമുക്കവിടെ കാണാം. ഇങ്ങനെ കുറേ നേരം നമുക്കിവിടെ ഇരിക്കാൻ പറ്റും കേട്ടോ. വൈകുന്നവരെയും പ്രകാശം തീരുന്നവരെയും ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. നമ്മുടെ ഈ കല്യാണത്തണ്ട് കാൽവരി മൗണ്ട് നിർമ്മല സിറ്റി മലനിരകൾക്കൊക്കെ അങ്ങനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ. എന്തോ ഒരു സുഖമാണ് ഇങ്ങനെ ഇരിക്കാനായിട്ട്. അതിപ്പോൾ എന്താണെന്ന് ഞാൻ എങ്ങനെ പറയാം നിങ്ങളോട്, അത് വന്ന് അനുഭവിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് എണീറ്റ് പോവാം കേട്ടോ.
ഇവിടെ എല്ലാം ഈ പുല്ലിൻ്റെ ഭംഗിയാണ് കേട്ടോ കൂടുതലും. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിലാകുമ്പോൾ ഇതെല്ലാം ഉണങ്ങി കരിഞ്ഞങ്ങ് പോവേ. ഒരുതരം മുള്ളുചെടിയാണത് കേട്ടോ. പക്ഷേ അതിൽ നല്ല വേനലാകുമ്പോൾ ഒരുതരം പഴം ഉണ്ടാവുമേ. ചെറുപ്പത്തിൽ നമ്മളൊക്കെ അത് പറിച്ച് കഴിച്ചിട്ടുള്ള ആൾക്കാർ കുറച്ചെങ്കിലുമൊക്കെ കാണും. ഇന്ന് നമുക്ക് വേറെ കാഴ്ചയൊന്നുമില്ല. ഇവിടുത്തെ ഈ പുൽച്ചെടികളുടെ കാഴ്ചയാണ് കേട്ടോ കൂടുതലും. കാറ്റത്താടി ഉലഞ്ഞൊരു മരത്തൈ അങ്ങനെ ഇവിടെ നിൽക്കുന്നതാണ്. കല്യാണത്തണ്ടിലൊരു വേറിട്ട കാഴ്ചകളാണ് കേട്ടോ ഇത്. ഇന്ന് അഞ്ചൂരിൽ ഇവിടുന്ന് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. മൊത്തം ഒരു മൂടിയ കാലാവസ്ഥയായിപ്പോയി. ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ വൈകിട്ടൊക്കെ ഇവിടെ വന്നിരിക്കുന്നതാണെന്നുള്ള ഒരു അടയാളത്ത് കുത്തിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു മരം ഈ കല്ലിനിടയ്ക്കുന്ന ഒരു ഒറ്റപ്പെട്ട മരമായിട്ടിങ്ങനെ കേട്ടോ. ഈ കാറ്റത്തൊക്കെ ഇതെങ്ങനെ ആടി അങ്ങനെ മഞ്ഞുള്ളൊരു സമയത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഉണങ്ങിയ മരച്ചുള്ളി കേട്ടോ. മഞ്ഞത്തൊക്കെ ഇതിങ്ങനെ മഞ്ഞടിച്ചിങ്ങനെ ഒരു നിൽക്കുന്നൊരു കാഴ്ച ഭയങ്കര രസമുള്ളതായിരിക്കും കാണുവാൻ. സൂര്യൻ അങ്ങനെ അസ്തമിക്കാൻ പോകുന്നതിനൊരു കാഴ്ച നമുക്ക് അവിടെ അങ്ങനെ കാണാവേ.